ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സർവൈവൽ ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ഡോണ്ട് ടേൺ ഔട്ട് ദ ലൈറ്റ്സ്. അപ്പൊ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ യഥാർത്ഥ സംഭവങ്ങളെ ബേസ് ചെയ്തെടുത്ത ഈ ഒരു ഹൊറർ മൂവിയുടെ മുഴുവൻ കഥ കണ്ടാലോ? അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനിലെ നമ്മുടെ കഥാനായിക കാരിയാണ് കാണിക്കുന്നത്. നായിക തന്റെ ഹൈസ്കൂൾ ഫ്രണ്ടായ ഒലീവിയയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് കാരി അവിടെ ഒരു കൊച്ചു പെൺകുട്ടി പുറം തിരിഞ്ഞു നിന്ന് പാട്ട് പാടുന്നത് കാണുന്നത്. അവളും അതൊരു കൊച്ചുകുട്ടിയല്ലേ എന്ന് കരുതി കുഞ്ഞിന്റെ അടുത്തേക്ക് ചെന്നു. ആ പെൺകുട്ടി മരണത്തെക്കുറിച്ചാണ് പാടുന്നത്. അത് കേട്ട് നായികയ്ക്ക് ആകെ എന്തോ പോലെയായി. മാത്രമല്ല എന്തൊക്കെ ചോദിച്ചിട്ടും കുഞ്ഞൊന്നും തന്നെ മിണ്ടുന്നില്ല. വല്ലാതൊരു രീതിയിൽ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്തോ കുഴപ്പമുണ്ടല്ലോ. പേടി തോന്നിയ നായിക അവിടെ നിന്ന് നൈസായിട്ട് മുങ്ങുന്ന നേരത്താണ് കാരിയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഗാബി അവളെ പിന്നിൽ നിന്ന് വന്ന് പേടിപ്പിക്കുന്നത്. ഗാബിയും ബർത്ത്ഡേ പാർട്ടിക്ക് വന്നതാണ്. അപ്പോഴേക്കും മറ്റ് ഫ്രണ്ട്സ് എല്ലാവരും ആ പാർട്ടിക്ക് എത്തി. ഇതാണ് ക്രിസ്, നമ്മുടെ ഗാബിയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. പുള്ളി ഹൈസ്കൂൾ കഴിഞ്ഞതിൽ പിന്നെ ഫ്രണ്ട്സുമായിട്ട് യാതൊരു കോണ്ടാക്ട്സും ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഒലീവിയയുടെ നിർബന്ധത്തിന് വഴങ്ങി പുള്ളിക്കാരൻ ബർത്ത്ഡേ പാർട്ടിക്ക് വന്നിരിക്കുകയാണ്. പിന്നെ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ ഒലീവിയ. ഒരു യൂട്യൂബർ ആണ്. പ്രാങ്ക് ചെയ്ത് ആളുകളെ പറ്റിക്കലാണ് പുള്ളിക്കാരിയുടെ മെയിൻ ഹോബി. ഇനി അടുത്തത് പരിചയപ്പെടാൻ പോകുന്നത് സെറ. ഈ ഗ്യാങ്ങിലെ ഏറ്റവും വലിയ കാശുകാരിയാണ്. അത്യാവശ്യം പൊങ്ങച്ചുള്ളതുകൊണ്ട് തന്നെ അക്കൂട്ടത്തിൽ ആർക്കും സെറയോട് അത്രയ്ക്ക് താല്പര്യമില്ല. എപ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഒലീവിയയുടെ ആ ബർത്ത്ഡേ പാർട്ടിക്ക് ആ ഹൈസ്കൂൾ ഫ്രണ്ട്സ് എല്ലാവരും ഒത്തുകൂടി എല്ലാവരും ഒത്തിരി ഹാപ്പിയാണ്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഒരു ആർവിയും കൊണ്ട് ഒലീവിയയുടെ ബോയ് ഫ്രണ്ട് മൈക്കിളിന്റെ മറ്റൊരു സുഹൃത്ത് ജെയ്സനും അങ്ങോട്ടെത്തി. ഈ ആർവി മൈക്കിളിന്റെ അങ്കിളിന്റെ വണ്ടിയാണ്. ഇന്ന് ഒലീവിയയുടെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ബ്ലൂ ലൈറ്റ്സ് എന്ന ഒരു മ്യൂസിക് ഫെസ്റ്റിവലിന്റെ ടിക്കറ്റ്സ് എല്ലാം തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ശരിക്കും അതൊരു ഫൺ പാർട്ടിയാണ്. ഇത് കേട്ടതോടെ എല്ലാവരും ഹാപ്പി. ഒരിക്കലും മറക്കാനാവാത്ത വീക്കെൻഡ് ആഘോഷിക്കാനായിട്ട് ആ ഗ്യാങ് അവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ്. രാത്രി ആവുന്നതിന് മുൻപ് അവർക്ക് ആ ബ്ലൂ ലൈറ്റിൽ എത്തണം. അങ്ങനെ പോകുന്ന വഴി അവര് ഗ്യാസ് ഫില്ല് ചെയ്യാനായി ഒരു ഗ്യാസ് സ്റ്റേഷനില് വാഹനം നിർത്തി. ഒത്തിരി ദൂരം പോവാനുള്ളതുകൊണ്ട് തന്നെ ജെയ്സൺ അഡീഷണൽ ആയിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യുന്നുണ്ട്. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി രണ്ടുപേരും വാഷ്റൂമിലേക്ക് പോയി. അങ്ങനെ ഗാബിയും സേറയും സ്റ്റോറിലേക്ക് പോകുന്ന നേരത്ത് അവിടെ ഒരു ട്രക്കിനടുത്ത് നിന്നിരുന്ന രണ്ട് പ്രായമായ ആളുകള് ആ പെൺകുട്ടികളോട് വളരെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തൊക്കെയോ ആക്ഷൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. മനഃപൂർവ്വം വഴക്കുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ്. ഗാബിയും സേറയും അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് പോകുന്നുണ്ടെങ്കിലും എവിടെ അവര് കിട്ടാനുള്ളത് കൊണ്ടേ പോകൂ. ഇത് കണ്ട് ദേഷ്യം വന്ന ജെയ്സൺ അവര് രണ്ടുപേരെയും ചവിട്ടിക്കൂട്ടി ചമ്മന്തിയാക്കി ഒരു സൈഡിലേക്ക് മാറ്റിയിട്ടു. ഇത് കണ്ട് ബാക്കി എല്ലാവരും ഷോക്കായിട്ട് വായും പൊളിച്ചു നിൽക്കുകയാണ്. അവർക്ക് ആർക്കും ജെയ്സനെ മുൻപ് പരിചയമില്ല. മൈക്കിളിന്റെ ഫ്രണ്ടാണ്. അവനെ കണ്ടപ്പോ തൊട്ടേ ജെയ്സൺ വളരെ സൈലന്റ് ആയിരുന്നു. ഇത്ര ടെറർ ആണെന്ന് അവരാരും കരുതിയില്ല. പിന്നെ അവരൊട്ടും തന്നെ സമയം കളഞ്ഞില്ല. അവരെല്ലാവരും വേഗം തന്നെ ആർവിയിലേക്ക് ഓടിക്കേറി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാ. എല്ലാവരും ജെയ്സന്റെ ഇടി കണ്ട് ഇപ്പോഴും അതേ ഷോക്കിലിരിക്കുകയാണ്. എന്നാ ഒരല്പസമയം കഴിഞ്ഞപ്പോ അവരുടെ ആർവിക്ക് പിന്നിലെ ഒരു ട്രക്ക് വന്ന് ഇടിക്കുന്നുണ്ട്. അതാ ഗ്യാസ് സ്റ്റേഷനിൽ അലമ്പുണ്ടാക്കിയ രണ്ടുപേരാണ്. അവരുടെ കയ്യില് ഗണ്ണൊക്കെയുണ്ട്. ട്രക്ക് അവരുടെ പിന്നാലെ തന്നെ പാഞ്ഞു വന്ന് ആർവിയിൽ ഇടിക്കുന്നുണ്ട്. ഗൺ ഫയർ ചെയ്യുന്നുണ്ട്. ഇവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയില്ല. ജെയ്സൺ പെട്ടെന്ന് തന്നെ ആ ഗൺ ഷോട്ടിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ആർവി ഒരു ഷോർട്ട് കട്ടിലേക്ക് തിരിച്ചു. ആ ട്രക്ക് അവിടെ നിന്ന് പോയി. ഇവരിപ്പോ മെയിൻ റോഡിൽ നിന്ന് ഉൾക്കാട്ടിലേക്കുള്ള വഴിയിലാണ്. ജീവൻ രക്ഷിക്കാനുള്ള വെപ്രാളത്തിലാണ് ജെയ്സൺ ഈ വഴി വന്നത്. അവര് കുറച്ചു ദൂരം ചെന്നതും ആർവി സ്റ്റോപ്പ് ചെയ്ത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. കാരണം ഇതേതാണ് സ്ഥലം, എങ്ങോട്ടാണ് പോകുന്നത് ഇതൊന്നും തന്നെ അവർക്കറിയില്ല. മാപ്പ് നോക്കിയിട്ട് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. ഈ സമയം സേറ ഓടിച്ചെന്ന് നമ്മുടെ ജെയ്സൺ ഒരു ഉമ്മ കൊടുക്കും. അവനല്ലേ ഗ്യാസ് സ്റ്റേഷനില് അവർക്ക് വേണ്ടി വഴക്കുണ്ടാക്കിയതും വണ്ടി ഓടിച്ച് അവരെ രക്ഷപ്പെടുത്തിയതൊക്കെ. ഈ ഒരു കാര്യം കണ്ട് നമ്മുടെ നായിക ആകെ ഷോക്കായി. അവൾക്ക് ജെയ്സനോട് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ കയ്യിന്ന് പോയില്ലേ. മറുവശത്ത് മൈക്കിൾ ആണെങ്കിൽ ആകെ ബഹളം വെക്കുന്നുണ്ട്. കാരണം ട്രക്ക് ഇടിച്ച് ആർവിയുടെ ബാക്ക് ഡാമേജ് ആയിട്ടുണ്ട്. അവന്റെ അങ്കിൾ എന്തായാലും തന്നെ കൊല്ലും. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ മൈക്കിൾ ആകെ ഡെസ്പായി. ഇത് കണ്ട കാരി പെട്ടെന്ന് തന്നെ പോലീസിനെ കോൾ ചെയ്യുന്നുണ്ട്.
നമുക്കിത് പോലീസിനെ അറിയിക്കണം, 2 ബ്ലഡി ക്രിമിനൽസ് നമ്മളെ എല്ലാവരെയും കൊല്ലാൻ നോക്കി എന്നൊക്കെ പറഞ്ഞ്. എന്നാ ഒലിവിയ പോലീസിനെ കോൾ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. കാരണം അവര് തീർത്ഥാടന യാത്രയ്ക്കല്ലല്ലോ പോണത്. അവരുടെ കയ്യില് ഇല്ലീഗൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്, ഡ്രഗ്സ്, ടാബ്ലറ്റ്, അങ്ങനെ എന്തൊക്കെയുണ്ട്. പോലീസ് വന്നാ ഇവര് മൊത്തത്തിൽ കുടുങ്ങും. അവരുടെ ബർത്ത്ഡേ പാർട്ടി, ബ്ലൂ ലൈറ്റ് എല്ലാം തന്നെ അവതാളത്തിലാവും. ഇത് കേട്ടതോടെ ക്യാരി ആ ഫോൺ കോൾ അങ്ങ് കട്ട് ചെയ്യാണ്. ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോ മൈക്കിള് താൻ അങ്കിളിനോട് എന്ത് പറയും എന്നറിയാതെ തലയും പുകഞ്ഞു നിൽക്കുക. ഇത് കേട്ട സേറ, നീ പേടിക്കണ്ട, വണ്ടി ശരിയാക്കാനുള്ള ക്യാഷ് അത് ഞാൻ നിനക്ക് തരാം, പോരെ. ഇത് കേട്ടതോടെ മൈക്കിളും മറ്റെല്ലാവരും ഹാപ്പി. ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോ ഗ്യാബി മാപ്പ് നോക്കിയിട്ട് പറയും, ഇപ്പോ നമ്മൾ ഈ വന്ന വഴിക്ക് തന്നെ നേരെ പോയാല് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് ബ്ലൂ ലൈറ്റിലെത്താം. അതല്ല നമ്മൾ വീണ്ടും മെയിൻ റോഡിലേക്ക് പോയി തിരിച്ചു പോവാണെങ്കിൽ ആ ക്രിമിനൽസ് നമ്മളെ വീണ്ടും ആക്രമിക്കും. അതുകൊണ്ട് തന്നെ അവരെ ഗ്യാബി പറഞ്ഞതുപോലെ വന്ന വഴി നേരെ ഷോർട്ട് കട്ട് നോക്കി പോവുകയാണ്. അവരങ്ങനെ ഒരുപാട് ദൂരം പോയിട്ടും യാതൊരു ഷോർട്ട് കട്ടും കാണാനില്ല, നെറ്റ്വർക്ക് ഇല്ല, മാപ്പ് നോക്കിയിട്ട് യാതൊരു പിടുത്തവുമില്ല, ഇതേതാണ് സ്ഥലം അതും അറിയത്തില്ല. ഇവരങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തില് അവർ ആ ഷോർട്ട് കട്ട് വഴി കണ്ടെത്തി. എന്നാ റോഡ് 2ആയിട്ട് സ്പ്ലിറ്റ് ആയിരിക്കുകയാണ്. അതിലിപ്പോ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ ശരിയായിട്ടുള്ള റൂട്ട് അവർക്ക് മനസ്സിലാവുന്നില്ല. നെറ്റ്വർക്ക് ഇല്ലാത്തതുകൊണ്ട് മാപ്പും വർക്ക് ചെയ്യുന്നില്ല. ഏതായാലും സ്ട്രെയിറ്റ് ആയിരിക്കില്ല എന്ന് പറഞ്ഞ് അവര് റൈറ്റിലേക്ക് വണ്ടി തിരിക്കുന്നുണ്ട്. ആ സുഹൃത്തുക്കൾ അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ചു കളിച്ച് നടന്ന എല്ലാ കാര്യങ്ങളും മറന്ന് മുന്നോട്ട് പോകുമ്പോ ആ ഒറ്റപ്പെട്ട റോഡില് ഒരു ലക്ഷറി കാറ് കിടക്കുന്നത് കാണും. അതിനകത്ത് ആളുകളൊന്നുമില്ല, ചുറ്റുവട്ടത്തൊന്നും യാതൊരു മനുഷ്യക്കുഞ്ഞില്ല. അത് കണ്ട് ക്യാരി ആകെ കൺഫ്യൂസ് ആയി. ഈ റൂട്ടില് അവർ ഇതിനു മുൻപ് ഒരു വാഹനം പോലും കണ്ടിട്ടില്ല. ദേ ഇപ്പോ ആരോ കാറ് നടു റോട്ടിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. എന്തോ പന്തികേടില്ലേ? അഥവാ കാറ് ബ്രേക്ക് ഡൗൺ ആയതാണെങ്കില് അവരെങ്ങനെ നടന്നുപോയോ അതോ പറന്നുപോയോ? അപ്പോ ഗ്യാബി പറയും, ചിലപ്പോ അവരെ ആരെങ്കിലും കൊന്നതാണെങ്കിലോ, വല്ല സീരിയൽ കില്ലറും കൊന്നതാണെങ്കിലോ, അല്ലെങ്കിൽ പ്രേതം പിടിച്ചിട്ടുണ്ടാവും. ബിഗ് ഫുട്ട്, കരടി, ഏലിയൻ അങ്ങനെ എന്തെങ്കിലും അവരെ ആക്രമിച്ചതാണെങ്കിലോ. അവർ ഈ കാര്യങ്ങളൊക്കെ ഒരു തമാശ പോലെയാണ് സംസാരിക്കുന്നത്. ഒലിവിക്കാണെങ്കിൽ ആ കാർ അവിടെ കിടന്നാലും ഇരുന്നാലും അതൊന്നും അവളെ ബാധിക്കില്ല. അവൾക്ക് എത്രയും പെട്ടെന്ന് ബ്ലൂ ലൈറ്റിലെത്തണം, ബർത്ത്ഡേ പാർട്ടി ആഘോഷിക്കണം. വഴി തെറ്റി എന്നവർക്ക് മനസ്സിലായി. എന്നാലും തിരികെ പോവാൻ പറ്റില്ലല്ലോ, അത്രയും ദൂരമല്ലേ. അങ്ങനെ അന്ന് രാത്രിയോടെ അവർ ആ റോഡ് സൈഡിലെ ഒരു റെസ്റ്റോറന്റ് കണ്ടെത്തി. വലിയ ഒച്ചയും ബഹളമൊന്നുമില്ല. ഒരു സ്ത്രീ അവിടെ ഒരു വികാരമില്ലാതെ പുറത്തിരിക്കുന്നുണ്ട്. ആദ്യം ഞങ്ങള് വഴി ചോദിച്ചിട്ട് എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമെന്ന് നോക്കട്ടെ, എന്നിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ക്യാരിയും മൈക്കിളും ആ ഡൈനറിലേക്ക് പോയി. അവർ ആ ഡോറ് തുറന്ന് അകത്തേക്ക് ചെന്നതും അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം ആകെ സൈലന്റ് ആയി. അവരെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ട് നിൽക്കുക. ഇവരെന്താ മനുഷ്യരെ കണ്ടിട്ടില്ലേ എന്ന് ചോദിക്കണമെന്നുണ്ട്. എന്തായാലും അവരെല്ലാവരും ഒരുമാതിരി നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് അവർക്ക് രണ്ടുപേർക്കും എന്ത് ചെയ്യണം പറയണം എന്നറിയില്ല. എന്നിരുന്നാലും അവർ ആ ബാറിലെ ആളോട് വഴി ചോദിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് വഴി തെറ്റി, ഇത് ഏതാണ് സ്ഥലം? മെയിൻ റോഡിലേക്ക് പോകാനുള്ള വഴി ചോദിക്കുന്നുണ്ടെങ്കിലും പുള്ളി അവരെ ഇപ്പൊ പിടിച്ചു തിന്നും എന്ന മട്ടിലാണ്. പുള്ളിക്കാരൻ അവർക്ക് വഴി പറഞ്ഞു കൊടുക്കില്ല. നിങ്ങൾ ഈ ചോദിക്കുന്നത് പോലെ ഇവിടെ ഒരു വഴിയുമില്ല, ഒരു ബ്ലൂ ലൈറ്റും ഇല്ല. അതുകൊണ്ട് എന്റെ പൊന്നു മക്കള് വന്ന വഴിയെ തന്നെ തിരിച്ചു പോയിക്കോ, അതല്ലേ നല്ലത്. ഇത് കേട്ട് അവര് രണ്ടുപേർക്കും ഒന്നും തന്നെ മനസ്സിലായില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേ ചേട്ടാ, വഴിയല്ലേ ചോദിച്ചുള്ളൂ. എന്നാ ശരി, കുറച്ച് ഫുഡെങ്കിലും തരുമെന്ന് ചോദിച്ചാലേ പുള്ളി പറയും, ഇവിടെ ഫുഡും ഇല്ല വെള്ളവും ഇല്ല, ഞാൻ ഷോപ്പ് ക്ലോസ് ചെയ്തു, നിങ്ങൾക്ക് പോവാം. ആ ബാർടെൻഡർ ഗണ്ണൊക്കെ കാണിച്ച് അവരെ ഭയപ്പെടുത്തി. വേണ്ട, ഞങ്ങള് പൊയ്ക്കോളാന്ന് പറഞ്ഞ് അവര് രണ്ടുപേരും ആ ബാറിലെ മറ്റു ആളുകളെ നോക്കി. ചേട്ടന്മാരെ, ഞങ്ങൾക്ക് ഈ വഴിയൊന്ന് പറഞ്ഞു തരുമോ എന്ന മട്ടില്ലേ. എവിടെ? അവരാരും അവര് രണ്ടുപേരെയും കണ്ട ഭാവമില്ല. എന്തോ കുഴപ്പമുണ്ടല്ലോ. പിന്നെ അവരവിടെ ഒരു നിമിഷം പോലും നിന്നില്ല. ബാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അപ്പോ ഇത്രയും നേരം ഒരു വികാരമില്ലാതിരുന്ന അമ്മച്ചി പ്രേതം കയറിയതുപോലെ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യാനാ? വന്ന വഴി തിരിച്ചു പോകുന്ന കാര്യം ചിന്തിക്കാൻ വയ്യ. നമുക്ക് സ്ട്രെയിറ്റ് തന്നെ പോവാന്ന് പറഞ്ഞ് അവരവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പോ ക്യാരി ആ ബാറിന് തൊട്ടായിട്ട് ഇന്ന് രാവിലെ ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, അവരുടെ ട്രക്ക് അവിടെ കിടക്കുന്നത് കാണും. ഇവരിപ്പോ മെയിൻ റോഡിലല്ലല്ലോ, അത് മറ്റേതെങ്കിലും ട്രക്ക് ആയിരിക്കാം എന്ന് കരുതി അവൾ അക്കാര്യം അത്രയ്ക്ക് കാര്യമാക്കി എടുക്കില്ല, മറ്റാരോടും പറയുന്നുമില്ല. മൈക്കിളും ക്യാരിയും ആ ബാറിനകത്ത് നടന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരോട് പറയുന്നുണ്ട്. എല്ലാത്തിനും മുഴുത്ത വട്ടാണ്. അത് കേട്ട് ജെയ്സൺ പറയും, മനുഷ്യര് കള്ളം പറയാം, എന്നാ മാപ്പ് കള്ളം പറയില്ല. അവൻ ആ ആർവിയിലുണ്ടായിരുന്ന ഒരു മാപ്പ് കണ്ടെത്തി. ആ മാപ്പ് നോക്കി അവര് മുന്നോട്ട് തന്നെ പോവാൻ തുടങ്ങി. എല്ലാവരും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് തമാശകളൊക്കെ പറഞ്ഞ് ഗെയിമൊക്കെ കളിച്ച് ഒന്ന് റിലാക്സ് ആയിട്ടിരിക്കുന്ന നേരത്താണ് പെട്ടെന്ന് ആർവിക്ക് മുന്നിലേക്ക് എന്തോന്ന് വന്ന് ചാടി. അതോ മൈക്കിള് എന്തിനെങ്കിലും ഇടിച്ച് തെറിപ്പിച്ചതാണോ അറിയില്ല. ആർവി ഓടിച്ചിരുന്ന മൈക്കിളോ അല്ലെങ്കിൽ ജെയ്സനോ അതെന്താണെന്ന് കണ്ടിരുന്നില്ല. ആ ആർവി വന്ന് ഇടിച്ച അങ്ങനെ തന്നെ നമ്മുടെ ക്രിസ് ബെഡിലേക്ക് ചെന്ന് വീണ് അവിടെ ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. ഇപ്പോ അവരാകെ പാനിക്കായി. എന്തായിരിക്കും ആർവിക്ക് മുന്നിലേക്ക് ചാടിയത്? മൃഗങ്ങളാണോ
ആണോ അതോ മനുഷ്യനാണോ അതോ മറ്റെന്തെങ്കിലും ആണോ? ചുറ്റും നോക്കിയിട്ട് ഒന്നിനെയും കാണാനില്ല. എന്തായാലും ആർക്കും തന്നെ പുറത്തേക്ക് ഇറങ്ങി നോക്കാനുള്ള ധൈര്യമൊന്നുമില്ല. ചുറ്റും കൊടും കാടാണ്. എന്തായാലും വേഗം തന്നെ അവിടെ നിന്ന് പോവാമെന്ന് വെച്ചാലോ RV സ്റ്റാർട്ടാവുന്നില്ല. അത് കണ്ടതോടെ മൈക്കിൾ ആകെ വെപ്രാളപ്പെടാൻ തുടങ്ങി. കാരണം അവൻ അങ്കിളിനോട് പറയാതെയാണ് RV എടുത്തോണ്ട് വന്നിരിക്കുന്നത്. ഇതാ ഫ്രണ്ട്സിന് അറിയില്ലായിരുന്നു. അങ്കിൾ എന്തായാലും എന്നെ കൊല്ലുന്നൊക്കെ പറഞ്ഞ് മൈക്കിൾ ആകെ ബഹളം വെക്കുന്നുണ്ട്. അവർക്ക് ആർക്കും നെക്സ്റ്റ് എന്ത് ചെയ്യണോന്നറിയില്ല. നെറ്റ്വർക്ക് ഇല്ല, RV സ്റ്റാർട്ടാവുന്നില്ല. ഇനി എന്ത് ചെയ്യും? ശരി, ഇങ്ങനെ തന്നെ ഇരുന്നാ ഇവിടെ നിന്ന് പോവാൻ പറ്റൂ. മൈക്കിൾ പതിയെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അവൻ ആ RV റിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പൊ തന്നെ വണ്ടി സ്റ്റാർട്ടായി. എല്ലാവർക്കും ഒത്തിരി സന്തോഷായി. അവർക്ക് അപ്പോഴാണ് ജീവനൊന്ന് തിരിച്ചു കിട്ടിയത്. ഇതേ സമയം തന്നെ മൈക്കിള് ആ വാഹനത്തിന് ചുറ്റും ഫ്ലാഷ് ലൈറ്റ് അടിച്ചു നോക്കി. അവിടെ വാഹനം ഇടിച്ചു തെറിപ്പിച്ച രീതിയിലെ ഒന്നിനെയും കാണാനില്ല. ബ്ലഡ് ഇല്ല, സ്ക്രാച്ച് ഇല്ല, ഒരു മൃഗത്തെയും ആ പരിസരത്ത് കാണാനില്ല. അത് കണ്ട് മൈക്കിൾ ആകെ കൺഫ്യൂസ് ആയി. എന്തോ ഒന്ന് വളരെ ശക്തിയായിട്ട് വാഹനത്തിലേക്ക് വന്നിടിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നിനെയും കാണുന്നില്ല. എന്തോ പന്തികേട് തോന്നിയ മൈക്കിള് പതിയെ RVയുടെ സൈഡിലേക്ക് പോയി. ഇനി ആ ഇരുട്ടില് എന്തെങ്കിലും മറഞ്ഞിരിക്കുന്നുണ്ടെങ്കിലോ? മൈക്കിൾ അങ്ങനെ ടോർച്ച് അടിച്ചുകൊണ്ട് ഇരുട്ടിലേക്ക് നടന്നു പോകുന്നത് അവന്റെ ഗേൾഫ്രണ്ട് ഒലീവിയ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. മൈക്കിൾ, നീ എവിടെ പോവാ? എന്നാ മൈക്കിളിന് ആ കാടിനുള്ളിലെ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാം. പേടിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കി എന്തൊക്കെയോ ഓടുന്ന ശബ്ദം. മൈക്കിള് എന്തോ കണ്ട് പേടിച്ച് ആ ഇരുട്ടിലേക്ക് പോയി. അടുത്ത നിമിഷം തന്നെ ഒലീവിയ പുറത്ത് എന്തോ കണ്ട് അലറിക്കരയാൻ തുടങ്ങി. ഒലീവിയ എന്തിനെയോ കണ്ട് പേടിച്ചിട്ടുണ്ട്. എന്താണ് കണ്ടത്, മൈക്കിളിന് എന്ത് പറ്റി എന്നൊന്നും അവളെ കൊണ്ട് പറയാൻ പറ്റുന്നില്ല. മൈൻഡ് ബ്ലോക്കായി പോയി. ഒലീവിയ അവിടെ ബോധം കെട്ട് വീണു. ഈ സമയത്താണ് RVയിലുണ്ടായിരുന്ന മറ്റെല്ലാവരും ആ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. കാടിനുള്ളിൽ നിന്ന് എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങൾ കേൾക്കാം. അത് മൃഗങ്ങളല്ല, എന്തോ ക്രീച്ചറോ മോൺസ്റ്ററോ അങ്ങനെ എന്തോ ശബ്ദങ്ങളാണ്. മാത്രമല്ല ചില മനുഷ്യരുടെയും ശബ്ദങ്ങൾ കേൾക്കാം. അവര് മൈക്കിൾ മൈക്കിൾ എന്ന് പറഞ്ഞ് ഒച്ച വെച്ചോണ്ടിരിക്കുക. അവരെല്ലാവരും ആകെ വരണ്ട് വിൻഡോ വഴി കണ്ണും തള്ളി നിൽക്കുമ്പോ പുറത്ത് ശബ്ദങ്ങൾ കേൾക്കാം. എന്നാ RVക്ക് വെളിയില് ഒന്നിനെയും കാണുന്നില്ല. ഉടനെ തന്നെ ജെയ്സൺ RVയിൽ ഒളിച്ചു വെച്ചിരുന്ന ഗണ്ണെടുത്തു. ഇത് കണ്ട് മറ്റുള്ളവര് ആകെ ഷോക്കായി. നിന്റെ കയ്യിൽ ഗണ്ണുണ്ടോ? എന്തുകൊണ്ട് ഈ കാര്യം നീ മുന്നേ പറഞ്ഞില്ല? ഇതിപ്പോ കഥ പറയാനുള്ള നേരമാണോ? ഞാൻ മൈക്കിളിനെ നോക്കിയിട്ട് വരാം, അവൻ എന്റെ ഫ്രണ്ടാണെന്നും പറഞ്ഞ് ജെയ്സൺ RVക്ക് പുറത്തേക്ക് ഇറങ്ങി. അവൻ ചുറ്റുപാടും ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കിയെങ്കിലും അവിടെ ആരെയും കാണുന്നില്ല. ജെയ്സൺ ആ വിചിത്രമായ ശബ്ദങ്ങളൊക്കെ ഫോളോ ചെയ്ത് കാടിനുള്ളിലേക്ക് നടന്നുപോയി. ഹേയ്, എന്റെ കയ്യിൽ ഗണ്ണുണ്ട്, എനിക്ക് നിന്നെ പേടിയില്ലടാ, മര്യാദയ്ക്ക് മുന്നിലേക്ക് വന്നോ. മൈക്കിൾ, നീ എവിടെയാന്നൊക്കെ പറഞ്ഞ് ജെയ്സൺ അലറുന്നുണ്ട്. അടുത്ത നിമിഷം തന്നെ ജെയ്സന്റെ കയ്യിലെ ആ ഫ്ലാഷ് ലൈറ്റ് ഓഫായി. പിന്നെ പറയണ്ടല്ലോ, ആ ശബ്ദങ്ങളെല്ലാം അവന്റെ അടുത്തേക്ക് വരാൻ തുടങ്ങി. പിന്നെ കേൾക്കുന്നത് 2-3 ഗൺഷോട്ട് മാത്രമാണ്. ആ ഗൺ ഫയർ ചെയ്യുന്ന ശബ്ദം കേട്ട് RVയിലുണ്ടായിരുന്ന മറ്റെല്ലാവരും ആകെ പാനിക്കായി. അപ്പോ ജെയ്സൺ ആരെയോ ഷൂട്ട് ചെയ്തു. അതാരായിരിക്കും? എന്തായിരിക്കും? മൈക്കിളിന് എന്താ പറ്റിയത്? അവർക്ക് എന്ത് ചെയ്യണോന്നറിയില്ല. കാരി ജെയ്സൺ എന്താ പറ്റിയെന്നറിയാനായിട്ട് വിൻഡോ വഴി പുറത്തേക്ക് നോക്കി. അപ്പതേ 2 കൈകള്. ആ കൈകള് ആദ്യം കണ്ടപ്പോ 2 പ്രേത കൈകളായിരുന്നു. പിന്നെ അത് ഒലീവിയയുടെ കൈകളായിട്ട് മാറി. അല്ല, ഒലീവിയ RVയിലെ ബോധമില്ലാതെ കിടക്കല്ലേ? ആ കൈകൾ കണ്ട് ആകെ വരണ്ടുപോയ കാരി സോഫയിലേക്ക് മറഞ്ഞു വീണു. അപ്പോ RVയുടെ ഡോറ് പടക്കോന്ന് പറഞ്ഞ് ഓപ്പണായി. അവര് 3 പേരും ആ ഡോർ നോക്കി പുറത്തെ എന്ത് ഭൂതാന്നറിയാതെ പകച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ജെയ്സൺ രക്തത്തിൽ കുളിച്ച് അങ്ങോട്ട് ഓടി വരുന്നത്. അവൻ ആ RVയിലേക്ക് ഓടി കയറുമ്പോഴേക്കും എന്തോന്ന് ജെയ്സനെ പൊക്കി പറന്നുപോയി. പിന്നെ യാതൊരു അനക്കവുമില്ല. കൂട്ടത്തില് കുറച്ചെങ്കിലും ധൈര്യമുള്ളത് അത് ജെയ്സൺ ആയിരുന്നു. ഇപ്പോ മൈക്കിളും ജെയ്സണും കൊല്ലപ്പെട്ടു. ഒരു നിമിഷത്തേക്ക് പകച്ചിരുന്നവരെ ഉടനെ തന്നെ ഓടിച്ചെന്ന് RVയുടെ ഡോറ് ലോക്ക് ചെയ്യാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ എല്ലാ വിൻഡോസും തന്നെ ലോക്ക് ചെയ്ത് സെക്യൂർ ആക്കി. പുറത്ത് എന്താണ് അവരെ കാത്തിരിക്കുന്നതെന്ന് അവർക്ക് 3 പേർക്കും അറിയില്ല. എന്നാ വിൻഡോസും ഡോറൊക്കെ ലോക്ക് ചെയ്ത ഉടനെ തന്നെ ഡോറിൽ ആരോ ശക്തിയായിട്ട് തട്ടാൻ തുടങ്ങി. കാടിനുള്ളിൽ നിന്ന് ശക്തമായിട്ട് കേട്ടിരുന്ന ശബ്ദങ്ങള് അവരുടെ അടുത്തേക്ക് വരുന്നത് പോലെ. അടച്ചിട്ടിരുന്ന ഗ്ലാസ് വിൻഡോ അതെല്ലാം തന്നെ തനിയെ തുറന്നു വന്നു. ഇത് കണ്ട് അവർക്ക് എല്ലാവർക്കും പേടിയായി. ഇനി ഇതിനകത്ത് പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. പുറത്ത് കൂടി എന്തോ സാധനാണ്. സെറ നേരെ ഓടിച്ചെന്ന് RV സ്റ്റാർട്ടാക്കി നോക്കി. അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടേന്ന് പറഞ്ഞ് അവരെ RV എടുത്ത് അവിടെ നിന്ന് പോകുമ്പോ ദേ വീണ്ടും എന്തിലോ ചെന്ന് ഇടിച്ച് വാഹനം സ്റ്റോപ്പായി. മാത്രമല്ല എന്തോ ഒന്ന് ആ വാഹനം പിറകിലേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. RVക്ക് പിന്നിലെ ഒന്നിനെയും കാണുന്നില്ല. എന്നാ വാഹനം എന്തോ ഒന്ന് പിന്നിലേക്ക് പിടിച്ച് വലിച്ചുകൊണ്ടിരുന്നു.
അങ്ങനെ തന്നെ ആ വാഹനം വീണ്ടും ആ പെരുവഴിയിൽ സ്റ്റക്കായി. 3 പേരും പരസ്പരം കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുകയാണ്. ഒന്നുമില്ല, പേടിക്കണ്ട, നമുക്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. ഇപ്പോ കാരി ഒരു കാര്യം പറയും, ഞാൻ വിൻഡോയ്ക്ക് തൊട്ട് കണ്ടത് ഒലിവിയയുടെ കൈയാണ്. ഇതൊക്കെ ഒലിവിയയുടെ പ്രാങ്ക് ഷോ ആണെങ്കിലോ പ്ലാൻ ആണെങ്കിലോ, അവളൊരു യൂട്യൂബർ അല്ലേ. ഇത് കേട്ടതോടെ മറ്റു 2 പേർക്കും അത് ശരിയാണെന്ന് തോന്നി. ഇത്രയേറെ ബഹളവും കരച്ചിലൊക്കെ കേട്ടിട്ട് ഒലിവിയ ഇപ്പോഴും സോഫയില് ബോധമില്ലാതെ കിടക്കുകയാണ്. ചിലപ്പോ അവള് ബോധം കെട്ടതുപോലെ അഭിനയിച്ച് കിടക്കുകയാണെങ്കിലോ ആ മൈക്കിളും ജെയ്സണും നമ്മളെ പറ്റിക്കുകയാണോ? ഒലിവിയ, മൈക്കിൾ, ജെയ്സൺ ഇവർക്ക് 3 പേർക്കും പരസ്പരം അറിയാം. നമുക്ക് ജെയ്സൺ അറിയില്ല. ഇന്ന് രാവിലെ ഒലിവിയ നമ്മളോട് പറഞ്ഞതല്ലേ ഈ ബർത്ത്ഡേ പാർട്ടി നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ലാന്ന്. ഇനി ആ ബ്ലൂ ലൈറ്റ് മ്യൂസിക് ഷോ നമ്മളെ പറ്റിക്കാനായിട്ട് പറഞ്ഞതാണോ? ഇതൊക്കെ ചിന്തിച്ച് നോക്കുമ്പോ ഇതെല്ലാം തന്നെ ഒലിവിയയുടെ പ്ലാൻ ആണ്. ഇതിപ്പോ ഫേക്ക് ആണോന്ന് എങ്ങനെ അറിയും? അപ്പോ ഗ്യാബി പറയും, ഒലിവിയയ്ക്ക് സിഗരറ്റിന്റെ സ്മെല്ല് തീരെ പറ്റില്ല. ആ സ്മെല്ലെടുത്ത അവൾ അപ്പ തന്നെ അവിടെ വാള് വെക്കും. അവൾ എത്ര നേരം നമ്മളെ പറ്റിച്ച് ബോധമില്ലാതെ കിടക്കും. അങ്ങനെ സാറ സ്മോക്ക് ചെയ്ത് ഒലിവിയയുടെ മുഖത്തേക്ക് ഊതുന്നുണ്ട്. എന്നാ ഒലിവിയയ്ക്ക് യാതൊരു അനക്കവുമില്ല. സോ എങ്ങനെയൊക്കെ അഭിനയിച്ച് കിടന്നാലും ഒലിവിയ കണ്ണു തുറക്കേണ്ടതാണ്. ഇത്ര നേരം അവരുടെ മുഖത്തുണ്ടായിരുന്ന ആ ചിരി അങ്ങ് മാറി. അപ്പോ ഇതൊന്നും ഒലിവിയയുടെ പ്രാങ്ക് അല്ലേ? ഇവരത് ചിന്തിക്കുന്നതിന് മുന്നേ ലൈറ്റ്സ് ഒക്കെ ഫ്ലിക്കർ ചെയ്യാൻ തുടങ്ങി. ആർവിക്ക് മുകളിൽ എന്തോ പൊത്തോന്ന് പറഞ്ഞ് ചാടുന്നുണ്ട്. എന്നാ ഇതേ സമയം തന്നെ നമ്മുടെ ക്രിസ് എന്തൊക്കെയോ മരുന്നൊക്കെ കഴിച്ച് പുള്ളി കിളി പോയിട്ട് കിടക്കുകയാണ്. ഗാബി വേഗം തന്നെ അവനെ എണീപ്പിക്കുന്നുണ്ട്. ക്രിസ് അവളുടെ എക്സ് ആണെങ്കിലും ഗാബിക്ക് ഇപ്പോഴും അവനോട് ഇഷ്ടമുണ്ട്. എന്റെ പൊന്നെ ഒന്ന് കണ്ണു തുറക്കുക എന്നൊക്കെ പറഞ്ഞ് ഗാബി അവനെ വിളിക്കുന്നുണ്ട്. കണ്ണു തുറന്ന ക്രിസ് ആണെങ്കില് എന്തൊക്കെയോ പിച്ചും പെയ്യൊക്കെ പറയാൻ തുടങ്ങി. ഞാനൊരു സ്വപ്നത്തിലായിരുന്നു. ഗാബി, സാറ, കാരി, ഞാൻ. എന്നാ ജെയ്സണും മൈക്കിളും മരിച്ചുപോയി. ഇത് കേട്ട് അവര് 3 പേരും ആകെപ്പാടെ ഷോക്കായി. മൈക്കിളും ജെയ്സണും മരിച്ച കാര്യം ക്രിസ് എങ്ങനെ അറിഞ്ഞു? അത് ചിലപ്പോ നമ്മൾ സംസാരിക്കുന്നത് കേട്ടതായിരിക്കും. ഇപ്പോ സാറ പറയും മൈക്കിളിനെയും ജെയ്സണെയും കൊന്നത് കാട്ടിലെ ഏതെങ്കിലും മൃഗങ്ങളായിരിക്കും. അപ്പോ ഗാബി പറയും അങ്ങനല്ല, നമ്മൾ ആ ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് 2 ആളുകളായിട്ട് പ്രശ്നം ഉണ്ടാക്കിയില്ലേ, ഇത് അവരുടെ പണിയാണ്. എന്നാ കാരി ആണെങ്കില് ഇപ്പോഴും ഇതൊക്കെ ഒലിവിയയുടെ പ്രാങ്ക് ആണെന്ന് പറഞ്ഞ് സ്വയം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുക. അതല്ലാതെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് വ്യക്തമായൊരു കാരണം അവർക്ക് പറയാനില്ല. 3 പേരും ഇക്കാര്യം പറഞ്ഞ് തർക്കിക്കുന്ന ബഹളം കേട്ടാണ് ഇപ്പോ ഒലിവിയയ്ക്ക് ബോധം തെളിയുന്നത്. ഇവര് തിരിഞ്ഞു നോക്കുമ്പോ ഒലിവിയ ഇവിടെ ഒന്നും നടക്കാത്തതുപോലെ തന്റെ ഫോണിൽ ആരോടോ സംസാരിച്ചോണ്ട് നിൽക്കുക. ഇവരെന്തൊക്കെ ചോദിച്ചിട്ടും പുള്ളിക്കാരി മൈൻഡ് ചെയ്യുന്നില്ല. എന്നാലും ഒലിവിയ ഫോൺ ചെയ്യുന്നുണ്ടല്ലോ. മറ്റുള്ളവര് പെട്ടെന്ന് തന്നെ ഫോൺ എടുത്ത് എമർജൻസിക്ക് വിളിക്കാനായിട്ട് നോക്കിയെങ്കിലും നെറ്റ്വർക്ക് ഇല്ല. എന്നാ ഒലിവിയ ഫോണില് ആരോടോ സംസാരിക്കുന്നുണ്ട്. അവര് 3 പേരും ഒലിവിയെ നോക്കുമ്പോ ഇപ്പോ ആ വാഹനത്തിനുള്ളില് ഒലിവിയെ കാണാനില്ല. ഡോറ് തുറക്കാതെ അവൾ ഇതെങ്ങനെ വാനിഷായി പോയി? എന്നാ ഒലിവിയയുടെ ഫോൺ സോഫയിൽ കിടക്കുന്നുണ്ട്. ഫോണില് അവള് സംസാരിച്ചിരുന്നത് കുറച്ചു മുൻപ് മരിച്ചുവെന്ന് പറഞ്ഞ ബോയ് ഫ്രണ്ട് മൈക്കിളായിരുന്നു. അതെങ്ങനെ? സാറ ഓടിച്ചെന്ന് ആ ഫോൺ എടുത്ത് അറ്റൻഡ് ചെയ്തു. എന്നാ ഫോണിൽ സംസാരിക്കുന്നത് മൈക്കിൾ അല്ല, സാറ തന്നെയാണ്. അതായത് സാറ സംസാരിക്കുന്നത് തന്നെയാണ് ആ ഫോണില് റിപ്പീറ്റ് ആയിട്ട് കേട്ടോണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ഒലിവിയ ആർവിക്ക് മുന്നില് പ്രേതം കയറിയതുപോലെ നിൽക്കുന്നുണ്ട്. ഇവരെത്ര തന്നെ ഒച്ചയിട്ട് വിളിച്ചിട്ടും അവൾ അതിന് റെസ്പോൺസ് ചെയ്യുന്നില്ല. മാത്രമല്ല പുറത്തേക്ക് ഇറങ്ങാൻ അവര് ഡോറ് തുറക്കാൻ നോക്കിയെങ്കിലും ആ ഡോറ് അവരെ കൊണ്ട് തുറക്കാനും പറ്റുന്നില്ല. ഒലിവിയ ആ ഇരുട്ടിലേക്ക് നോക്കി ബോയ് ഫ്രണ്ടിനോട് സംസാരിക്കാണ്, മൈക്കിളിനോട് സംസാരിക്കാണ്. ദേ, ഞാൻ നീ പറഞ്ഞതുപോലെ പുറത്തേക്ക് ഇറങ്ങി വന്നില്ലേ, മൈക്കിൾ നീ മുന്നോട്ട് വാ. ഇതും പറഞ്ഞ് ഒലിവിയ ആ ഇരുട്ടിലേക്ക് നടക്കുക. എന്നാ മറ്റു 3 പേരും അവിടെ ഒലിവിയ അല്ലാതെ മറ്റാരെയും കാണുന്നില്ല. എന്നാ ഒലിവിയയ്ക്ക് ആ ഇരുട്ടില് മൈക്കിളിന്റെ ശബ്ദം കേൾക്കാം. ചുറ്റുപാടും കുറെ പ്രേതങ്ങള് അവൾക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നുണ്ട്. പോരെ, ഇപ്പോഴാണ് ഒലിവിയയ്ക്ക് താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലായത്. തന്നോട് സംസാരിച്ചത് അത് മൈക്കിളല്ല. അവള് പേടിച്ചരണ്ട് തിരികെ ഓടാൻ ശ്രമിച്ചെങ്കിലും അവിടെ ആകെ പുക വന്ന് നിറഞ്ഞു. ഇപ്പോ ആ വാഹനത്തിലുള്ള 3 പേർക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. ഒലിവിയ വേഗം ഓടിവാ എന്നൊക്കെ പറഞ്ഞ് ഒച്ചയും ബഹളമൊക്കെ വെക്കുന്നുണ്ട്. പെട്ടെന്ന് ആ പുകയിൽ നിന്ന് ഒലിവിയ ഓടി രക്ഷപ്പെട്ട് ആർവിയുടെ ഡോറിനടുത്തേക്ക് എത്തി. അവൾ ആ ഡോറ് തുറക്കാൻ നോക്കി, പറ്റുന്നില്ല. പിന്നെ ഡോറ് തുറക്കാൻ പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. അവർ ആ ഡോറ് തുറക്കാനായിട്ട് നോക്കുമ്പോ ദേ ആർവിക്ക് മുന്നില് മറ്റൊരു ഒലിവിയ നിന്ന് കരയുന്നു. ഡോറിനടുത്തും ഒരു ഒലിവിയ നിന്ന് കരയുന്നുണ്ട്. ആർവിക്ക് മുന്നിലും ഒരു ഒലിവിയ നിന്ന് കരയുന്നുണ്ട്. ഇതൊക്കെ
കണ്ട് അവരുടെ തലയൊക്കെ കറങ്ങാൻ തുടങ്ങി. ഇതിലേതാണ് ശരിക്കുള്ള ഒലീവിയ? ഡോറ് തുറക്കണോ വേണ്ടെന്നൊരു പിടുത്തമില്ല. ക്യാരി നേരെ ഓടിച്ചെന്ന് മിറർ വഴി ഡോറിനടുത്തേക്ക് നോക്കി. അവിടെ ഒലീവിയയുടെ രൂപത്തെ കാണുന്നില്ല, ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പോ ആർവിക്ക് മുന്നിലുള്ളതാണ് യഥാർത്ഥ ഒലീവിയ. അതുകൊണ്ട് അവരാ ഡോറ് തുറക്കില്ല. അടുത്ത നിമിഷം തന്നെ ഡോറ് തട്ടുന്ന ശബ്ദം അത് സ്റ്റോപ്പായി. ആർവിക്ക് മുന്നിൽ നിന്ന് കരഞ്ഞിരുന്ന ഒലീവിയ കാറ്റിലൂടെ മറഞ്ഞുപോയി. ഇതിപ്പോ പ്രേതാണോ ഭൂതാണോ വല്ല കാട്ടുജന്തുക്കളാണോ? ഇതൊന്നും അറിയാതെ 3 പേരും ആകെ പേടിച്ചരണ്ടിരിക്കുക. എന്തായാലും ഇപ്പോ ഒലീവിയെ കാണാനില്ല. നിന്ന നിപ്പിലാണ് ഒരാളും മറഞ്ഞുപോയത്, അതും അവരുടെ കൺമുന്നിൽ വെച്ച്. പേടിച്ചുപോയി അവര് 3 പേരും പെട്ടെന്ന് തന്നെ സേഫ്റ്റിക്ക് വേണ്ടി ആയുധങ്ങൾ തിരയാൻ തുടങ്ങി. 2-3 കത്തിയും കോടാലിയൊക്കെ കണ്ടെത്തി. മൈക്കിളിന്റെ അങ്കിള് ഒരു വേട്ടക്കാരനായതുകൊണ്ട് തന്നെ ആ വാഹനത്തില് അത്യാവശ്യം സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്തിന്, ചത്ത പാമ്പിനെ വരെ അങ്ങേരെ ഉണക്കി വെച്ചിട്ടുണ്ട്. ആ പാമ്പിനെ കണ്ട് ആകെ ബഹളമായി. ഗ്യാസ് ഓണായി, തീ പിടിച്ചു. സേറ പെട്ടെന്ന് തന്നെ ആ തീയൊക്കെ അണയ്ക്കുന്നുണ്ട്. ആ തീ പടർന്നത് കൊണ്ട് കൂടുതൽ അപകടമൊന്നും ഉണ്ടായില്ല. ഇപ്പോ ഗ്യാബി പറയും, എനിക്കിനി ഒരു നിമിഷം പോലും ഇതിനകത്ത് ഇരിക്കാൻ പറ്റില്ല. ഞാൻ നടന്നു പോയിട്ടാണെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് കിട്ടുമെന്ന് നോക്കാന്ന് പറഞ്ഞ് ഗ്യാബി ആർവിക്ക് പുറത്തേക്ക് ഇറങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഗ്യാബി ഒരു അത്ലറ്റ് ആണ്. പോരാത്തതിന് ഇപ്പോ കാലിന് പരിക്ക് പറ്റിയിരിക്കുകയാണ്. ഈ വയ്യാത്ത കാലും വെച്ച് നീ എങ്ങനെ ഈ കാട്ടിലൂടെ പോവാന്ന് പറഞ്ഞ് ഫ്രണ്ട്സ് അവളെ തടയുന്നുണ്ടെങ്കിലും ഗ്യാബി അതൊന്നും കേൾക്കാതെ ആർവിക്ക് പുറത്തേക്ക് ഇറങ്ങി. എന്നാ ഡോറ് തുറക്കുമ്പോ അവള് കാണുന്ന കാഴ്ച ഡോറിന് തൊട്ട് ഒലിവിയയുടെ ചിന്നിച്ചെതറിയ ഡെഡ് ബോഡിയാണ്. ഗ്യാബിക്ക് അത് കണ്ട് ആകെപ്പാട് ദേഷ്യം വന്നു. അന്നേരം ഒലിവിയ ഡോറ് തുറക്കാൻ പറഞ്ഞ് കരഞ്ഞപ്പോ ഗ്യാബി ഡോറ് തുറക്കാനായിട്ട് ശ്രമിച്ചതാണ്. എന്നാ മറ്റു 2 പേരും ഡോറ് തുറക്കാൻ സമ്മതിച്ചില്ല. പുറത്ത് ആരുമില്ലാന്ന് പറഞ്ഞ്. ഒലിവിയ മരിക്കാൻ കാരണം അത് നിങ്ങളാന്ന് പറഞ്ഞ് ഗ്യാബി നായികയെ കുറ്റപ്പെടുത്തി. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ തന്റെ അവസ്ഥ ഇതിലും മോശമായിരിക്കും പറഞ്ഞ് ഗ്യാബി അവിടെ നിന്ന് കാട്ടിലേക്ക് നടക്കാൻ തുടങ്ങി. ഒരല്പസമയം കഴിഞ്ഞതും വാഹനത്തിലെ പവർ മൊത്തത്തിൽ ഓഫായി. മൊത്തം ഇരുട്ട്. പേടിച്ചു പോയ സേറ, നമുക്കൊന്നും പറ്റില്ല, പേടിക്കണ്ട, നീ ധൈര്യമായിട്ടിരിക്കുന്നൊക്കെ പറഞ്ഞ് 2-3 കാൻഡിൽസ് ഒക്കെ എടുത്ത് കത്തിക്കുന്നുണ്ട്. എന്നാ എത്ര കത്തിച്ചിട്ടും മെഴുകുതിരി അണഞ്ഞോണ്ടിരുന്നു. ആരോ അത് ഊതി കെടുത്തുന്നത് പോലെ. പെട്ടെന്ന് ടുമുക്കോന്ന് പറഞ്ഞ് ആർവിയിലെ TV ഓണായി. TVയിലെ അവർക്ക് സേറയെ കാണാം. വിഷ്വൽസിലെ ക്യാരിയെ കാണാനില്ല. സേറ TVയിലേക്ക് നോക്കുമ്പോ അവൾക്ക് പിന്നിലായി ഒരു കറുത്ത രൂപം. അതങ്ങനെ അടുത്തേക്ക് വന്നോണ്ടിരിക്കുകയാണ്. സേറ പേടിച്ചരണ്ട് എന്താ ചെയ്യണമെന്നറിയാതെ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി. അപ്പൊ തന്നെ ആർവിയിലെ പവർ ഓണായി. നോക്കുമ്പോ ആ കറുത്ത രൂപം പ്രേതം ഭൂതമൊന്നും ആയിരുന്നില്ല, അത് ക്രിസ് ആയിരുന്നു. ഇവിടെ നടക്കുന്ന ഒരു കാര്യങ്ങളും പുള്ളിക്കാരൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. പടം ക്ലൈമാക്സ് ആവാറായി. അപ്പോഴാണ് ക്രിസിന്റെ ഒടുക്കത്തെ ഉറക്കം കഴിഞ്ഞത്. അവൻ കണ്ണും മിഴിഞ്ഞു നോക്കുമ്പോ ആർവി ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ്. കൂട്ടത്തിലുള്ള ആളുകളെയൊന്നും കാണുന്നില്ല. എന്റെ പിള്ളേരെ, നിങ്ങൾ എന്തേ കാണിച്ചു വെച്ചിരിക്കുന്നേ? നമ്മള് ബ്ലൂ ലൈറ്റിലെത്തിയോ? ഇവർക്കാണെങ്കിലേ ക്രിസിനോട് എന്ത് പറയണമെന്ന് യാതൊരു പിടുത്തമില്ല. അവർക്കേ അറിയില്ല ആ ആർവിക്ക് പുറത്ത് അവരെ കാത്തിരിക്കുന്നത് എന്താണെന്ന്. പിന്നെ എങ്ങനെ ക്രിസിനെ പറഞ്ഞു മനസ്സിലാക്കും? ഈ സമയത്താണ് ക്രിസിന്റെ കൈ തട്ടി ആർവിയിലെ കുറച്ച് ബുക്സ് തട്ടിമറിഞ്ഞ് താഴേക്ക് വീഴുന്നത്. അതെല്ലാം തന്നെ മൈക്കിളിന്റെ അങ്കിളിന്റെ ബുക്സ് ആണ്. ഒത്തിരി അധികം സാത്താനെ കുറിച്ചുള്ള ബുക്കുകളായിരുന്നു അത്. അതുകണ്ട് അവരാകെ അമ്പരന്ന് പോയി. ഇത് സാത്താന്റെ ബുക്കല്ലേ? ഇനി ഇതിനെല്ലാം കാരണം മൈക്കിളിന്റെ അങ്കിളാണോ? ഇതൊക്കെ സാത്താന്റെ പണിയാണോ? ഇത് കേട്ട് ക്രിസ് ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. നിങ്ങൾ എന്താ തമാശ പറയാണോ? എന്നാ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം ക്രിസിന്റെ ആ കളിയും ചിരിയും ഒക്കെ നിന്നു. ആർവിക്ക് മുകളിലെ എന്തോ ഒന്ന് പൊതക്കോന്ന് പറഞ്ഞ് ചാടാൻ തുടങ്ങി. എന്തൊക്കെയോ വിചിത്രമായ ശബ്ദങ്ങള് കാറി കൂവുന്നുണ്ട്. എന്തായാലും ഇവര് പറഞ്ഞത് തമാശയല്ല, മറ്റെല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞത് സത്യമാണെന്ന് ക്രിസിന് മനസ്സിലായി. അപ്പോ ക്രിസ് പറയും, നമുക്ക് ഈ ആർവി എടുത്ത് രക്ഷപ്പെട്ടൂടെ? ഈ കാടിനകത്ത് ആരെ കാത്തിരിക്കുക? ക്രിസ് ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെ കഴിഞ്ഞതാണ്. കോളേജ് കഴിഞ്ഞതിൽ പിന്നെ അവൻ സുഹൃത്തുക്കളുമായിട്ട് അത്ര കോണ്ടാക്ട്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യം മറ്റാർക്കും തന്നെ അറിയില്ല. അപ്പോ ക്രിസിനെ വാഹനം ശരിയാക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അവൻ ആർവിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ക്യാരി അവനെ വാൺ ചെയ്യുന്നുണ്ട്. ക്രിസ്, നീ ആ ഡോറ് തുറന്ന നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത പല കാഴ്ചകളും ഉണ്ടാവും. അതൊന്നും നീ നോക്കരുത്. പറഞ്ഞതുപോലെ ക്രിസ് ആ ഡോറ് തുറന്നു. പുറത്ത് ഒലിവിയയുടെ ഡെഡ് ബോഡി ചിന്നിച്ചെതറി കിടക്കുന്നുണ്ട്. അവന് പിന്നെ ഒന്നും മിണ്ടാൻ വയ്യ. മുഖം തിരിച്ചു പിടിച്ച് അവൻ ആർവിക്ക് ഫ്രണ്ടിലേക്ക് നടന്നു. ക്രിസ് അങ്ങനെ നേരെ ചെന്ന് ടൂൾസ് ഒക്കെ താഴെ വെച്ച് വാഹനം പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ താഴെ വെച്ചിരുന്ന ടൂൾസ് ഒക്കെ നോക്കുമ്പോ അതിപ്പോ കാണുന്നില്ല. അവൻ ആർവിക്ക് താഴെ നോക്കി
ടൂൾസ് ഇപ്പോ ആർവിക്ക് ഒത്ത നടുക്കാണ് ഇരിക്കുന്നത്. ആരോ അതൊക്കെ മാറ്റി വെച്ചതുപോലെ. ക്രിസ് എങ്ങനെയൊക്കെയോ അത് കൈയെത്തി എടുക്കാനൊക്കെ ശ്രമിച്ചു. അപ്പൊ തന്നെ അവൻ സേഫ്റ്റിക്കായിട്ട് കൊണ്ടുവന്നിരുന്ന കത്തി അത് തനിയെ ക്രിസിന്റെ കയ്യിലേക്ക് വന്നു കുത്തി. പിന്നെ എന്തോ ഒന്ന് അവന്റെ കാല് പിടിച്ചു വലിക്കുന്നുണ്ട്. നോക്കുമ്പോ അത് കാരി ആയിരുന്നു. അവള് പെട്ടെന്ന് തന്നെ ആ കത്തി അവന്റെ കയ്യിൽ നിന്ന് മാറ്റി ക്രിസിന്റെ മുറിവ് വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ ഒട്ടും തന്നെ സമയം കളഞ്ഞില്ല. അവൻ പെട്ടെന്ന് തന്നെ ആ വാഹനം റിപ്പയർ ചെയ്ത് ശരിയാക്കി. ഒരു വിധത്തില് ആർവി സ്റ്റാർട്ടായി. രണ്ടുപേരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നമ്മള് രക്ഷപ്പെട്ടേ എന്ന് പറഞ്ഞു. എന്നാ പ്രശ്നം എന്താന്ന് വെച്ചാല് വാഹനത്തിലെ ഗ്യാസ് തീർന്നുപോയി. അത് റീഫിൽ ചെയ്യണം. ഇപ്പോ ആർവിക്ക് പിന്നിലേക്ക് പോണം. അവർക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. ആർവിക്ക് പുറത്ത് അധികം നേരം നിൽക്കുന്നത് അത്ര സേഫ് അല്ല. ഇപ്പോ സേറ ആർവിക്കകത്ത് തനിച്ചാണ്. പെട്ടെന്ന് ആ വാഹനത്തിന്റെ ഡോറ് തനിയെ ടുമുക്കോന്ന് പറഞ്ഞ് തുറന്നു വന്നു. അവള് പേടിച്ചു പോയി തിരിഞ്ഞു നോക്കുമ്പോ പുറത്ത് ആരെയും കാണുന്നില്ല. എന്തോ വിചിത്രമായ ശബ്ദങ്ങള് അത് സേറയെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യാൻ തുടങ്ങി. അവൾക്ക് ആ ശബ്ദങ്ങള് കേട്ടോണ്ടിരിക്കാൻ പറ്റുന്നില്ല. കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും ചെവിയിൽ നിന്നൊക്കെ ബ്ലഡ് വരുന്നുണ്ട്. സേറ ആ ശബ്ദങ്ങളെ കേട്ടിരിക്കാൻ കഴിയാതെ നിലവിളിച്ച് കരയാൻ തുടങ്ങി. ഇതൊന്നും തന്നെ പുറത്തുള്ള മറ്റു രണ്ടുപേരും അറിയുന്നില്ല കേട്ടോ. ഈ സമയം ക്രിസ് തന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങള് നമ്മുടെ നായികയോട് പറയുന്നുണ്ട്. അവന്റെ ഡാഡി മരിച്ചത് ക്യാൻസർ ബാധിച്ചാണ്. അതിനുശേഷമാണ് അവൻ ഫ്രണ്ട്സുമായിട്ട് അധികം കോണ്ടാക്ട് ഇല്ലാതായത്. മറ്റുള്ളവരാണെങ്കിൽ അവനെ പറ്റി തിരക്കാനോ അന്വേഷിക്കാനോ നിന്നില്ല. ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ആർവിയിലെ ഗ്യാസ് ക്യാൻ എടുക്കാൻ നോക്കുമ്പോ അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരെങ്ങനെയൊക്കെയോ ആ ലോക്കൊക്കെ തല്ലി തകർത്ത് ഗ്യാസ് എടുത്തു. എന്നാ ഗ്യാസ് ഫില്ല് ചെയ്യാൻ നോക്കുമ്പോ ആ ഫില്ലർ പോട്ട് അത് ഉരുകി മെൽറ്റായി അടഞ്ഞുപോയി. അവർക്ക് ഗ്യാസ് റീഫിൽ ചെയ്യാൻ പറ്റില്ല. മറുവശത്ത് സേറ ആ ശബ്ദങ്ങളൊക്കെ കേട്ട് അലറിക്കറഞ്ഞ് ഡോറിനെ വെളിയിലേക്ക് നോക്കുമ്പോ പുറത്ത് ആരുടെയോ നിഴല് കാണാം. ഒരു കറുത്ത രൂപത്തെ കാണാം. അവള് പെട്ടെന്ന് തന്നെ ഒരു കത്തിയെടുത്തു. ആ കറുത്ത രൂപം സേറയുടെ അടുത്തേക്ക് വന്നതും പിന്നെ ഒന്നും നോക്കിയില്ല. ആ പേടിയിലും വെപ്രാളത്തിലും സേറ ആ കറുത്ത രൂപത്തെ കത്തികൊണ്ട് ആക്രമിച്ചു. ഇപ്പോ സ്വബോധത്തിലേക്ക് വന്ന സേറ നോക്കുമ്പോ അത് ഭൂതോ പ്രേതോ ആയിരുന്നില്ല, അത് കാരി ആയിരുന്നു. കാരിക്ക് പിന്നെ എന്ത് ചെയ്യണമെന്നറിയില്ല. പേടിക്കണ്ട, ഒന്നുമില്ലാന്ന് പറഞ്ഞ് കുത്തുകിട്ടിയ നായിക തന്നെ സേറയെ ആശ്വസിപ്പിക്കുകയാണ്. ഈ കരച്ചിലും ബഹളൊക്കെ കേട്ട് ക്രിസ് ഡോറിന്റെ അടുത്തേക്ക് ഓടിയെത്തിയെങ്കിലും പതിവ് പോലെ തന്നെ ഡോറ് തുറക്കാൻ പറ്റുന്നില്ല. അവനങ്ങനെ ഡോർ തുറക്കാൻ പറഞ്ഞ് ബഹളം വെക്കുന്നുണ്ട്. അപ്പോ സേറയ്ക്കാണെങ്കില് ഡോർ തുറക്കാൻ പേടിയാണ്. അത് ചിലപ്പോ വല്ല ഭൂതാണെങ്കിലോ. എന്നാ നായിക ഡോർ തുറക്കാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതിനു മുൻപ് ഡോർ തുറക്കാത്തത് കാരണമാണ് ഒലീവിയ കൊല്ലപ്പെട്ടത് അല്ലെ. കാരി ആ ഡോർ തുറക്കാൻ നിൽക്കുന്ന നേരത്താണ് കുറച്ച് ദൂരെ നിന്നൊരു ലൈറ്റ് കാണുന്നത്. ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട്. അത് കണ്ടതോടെ അവർക്ക് അത്രയും സന്തോഷമാണ്. അവര് 3 പേരും കരുതുന്നത് അത് സഹായത്തിനായിട്ട് പോയ ഗാബിയാണെന്നാണ്. ക്രിസ് അങ്ങനെ തുള്ളിച്ചാടി കാറിന്റെ അടുത്തേക്ക് ഓടി. എന്നാ ക്രിസ് എത്ര തന്നെ കൈ കാണിച്ച് വിളിച്ചിട്ടും കാറിൽ നിന്ന് ആരെയും പുറത്തേക്ക് കാണാനില്ല. ഇവരെ പേടിപ്പെടുത്തുന്ന രീതിയിൽ ലൈറ്റ് ഓൺ ആക്കി ഓഫ് ആക്കി കളിച്ചോണ്ടിരിക്കുക. അപ്പോ കാരിക്കും സേറയ്ക്കും മനസ്സിലായി അത് ഗാബിയല്ല. ക്രിസ് വേഗം തിരിച്ചു വാ, അത് ഗാബിയല്ല എന്ന് പറഞ്ഞ് ഇവർ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. എന്നാ അപ്പോഴേക്കും ആ പ്രേതക്കാര് ക്രിസിന്റെ പിന്നാലെ പാഞ്ഞു വരാൻ തുടങ്ങി. അവൻ ആ മരണ വെപ്രാളത്തില് രക്ഷപ്പെട്ടോടി നേരെ ചെന്ന് ആർവിക്ക് മേലെ ചെന്ന് വീണു. വാഹനത്തിന് ഫ്രണ്ടിൽ വെച്ചിരുന്ന മാനിന്റെ കൊമ്പിലേക്ക് അവന്റെ ശരീരം തുളഞ്ഞു കയറി. സ്പോട്ടിൽ തന്നെ ക്രിസ് കൊല്ലപ്പെട്ടു. ഈ ഒരു ക്രൂരമായ കാഴ്ച കണ്ട് അവര് രണ്ടുപേരും ഇല്ല, ഇനി നമ്മൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല, എല്ലാം തീർന്നു എന്ന് പറഞ്ഞ് അവരാ ആർവിക്കകത്ത് തന്നെ തളർന്നിരുന്നു. ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ നമ്മുടെ കാരി ഒന്ന് മയങ്ങിപ്പോയി. എന്നാ ഒരല്പസമയം കഴിഞ്ഞ് അവള് കണ്ണു തുറന്നു നോക്കുമ്പോ തന്റെ തൊട്ട് തന്നെ സേറ ഇരിക്കുന്നുണ്ട്. സേറയുടെ മട്ടും ഭാവമൊക്കെ പതിയെ പതിയെ മാറാൻ തുടങ്ങി. അവള് കാരിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ തുടങ്ങി. നായികയ്ക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇതെല്ലാം സത്യമാണോ അതോ താൻ സ്വപ്നം കാണുന്നതാണോ അറിയില്ല. സേറ നായികയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുന്ന സമയത്ത് ദേ തൊട്ടടുത്ത മുറി തുറന്ന് മറ്റൊരു സേറ വരുന്നുണ്ട്. അപ്പൊ തന്നെ കാരിയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന സേറയെ കാണാനില്ല. അങ്ങോട്ട് ഓടി വന്ന രണ്ടാമത്തെ സേറ ഹേയ് ഹേയ് പേടിക്കണ്ട, നീ സ്വപ്നം കണ്ടതാണ്, പേടിക്കണ്ട, ഞാൻ നിന്നെ ഇനി കുത്തില്ല എന്ന് പറഞ്ഞ് സേറ ഒരു കത്തിയെടുത്ത് നായികയുടെ ദേഹത്തേക്ക് ചറപറാന്ന് കുത്താൻ തുടങ്ങി. കാരിക്ക് ഇപ്പോഴും തനിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വിശ്വസിക്കാൻ പറ്റാതിരിക്കുകയാണ്. ഇപ്പോ നോക്കുമ്പോ സേറയുടെ കയ്യില് കത്തിയില്ല. ഇതെല്ലാം കാരിക്ക് തോന്നിയതായിരുന്നു. അതൊന്നും വിശ്വസിക്കാനാവാതെ കാരി ഞെട്ടിത്തരിച്ചിരിക്കുന്ന നേരത്ത് പെട്ടെന്ന് ആർവിയിലെ റേഡിയോ തനിയെ പ്ലേ ആയി. അതിലൊരു കൊച്ചു പെൺകുട്ടി പാട്ട് പാടുന്നത് കേൾക്കാം. ചിത്രത്തിന്റെ സ്റ്റാർട്ടിംഗ് സീനില് പാർക്കിൽ വെച്ച് ഒരു കൊച്ചു പെൺകുട്ടി
കുട്ടി കാരിയെ നോക്കി മരണത്തെക്കുറിച്ചൊരു പാട്ട് പാടിയില്ലേ, അതേ പാട്ട് തന്നെ. ഇത് കേട്ടതും ആകെ വട്ടായി പോയ കാരി നിർത്ത് എന്ന് പറഞ്ഞ് ആ ഓഡിയോ സിസ്റ്റം അങ്ങനെ തല്ലി തകർക്കാണ്. എന്നാ ഈ സമയത്താണ് സേറ നായികയുടെ കഴുത്തില് ബാക്കില് ഒരു ടാറ്റു ശ്രദ്ധിക്കുന്നത്. പെന്റഗ്രാം, അതൊരു സാത്താന്റെ സിംബലാണ്. ഇതേ സിംബല് തന്നെയാണ് മൈക്കിളിന്റെ അങ്കിളിന്റെ ബുക്സിന് മുകളിൽ ഉണ്ടായിരുന്നത്. സേറ ആകെ കൺഫ്യൂസ് ആയി. ഇനി ഇതിനെല്ലാം പിന്നിലെ കാരിയാണോ അതോ സാത്താനാണോ? അതിനെ കാരി പറയും, ഇത് ജസ്റ്റ് ഒരു ടാറ്റു മാത്രമാണ്, അല്ലാതെ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമില്ല. ഇനി ഇവിടെ നിന്നാ നമ്മൾ രണ്ടുപേരും മരിക്കും, നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് കാരി ആർവിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നാ സേറ പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ ആ ഡോർ അങ്ങ് ലോക്കായി. പിന്നെ ആ വാഹനത്തിനകത്താകെ പുക വന്ന് നിറഞ്ഞു. പിന്നെ കേൾക്കുന്നത് സേറയുടെ കരച്ചില് മാത്രമാണ്. ഇത് കണ്ട് ഭയന്നുപോയ കാരി അവിടെ നിന്ന് തന്റെ ജീവനും കൊണ്ട് കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. അങ്ങനെ ആ ഓടുന്ന വെപ്രാളത്തില് അവൾ എന്തിലോ ചവിട്ടി കാല് തന്നെ വീഴുന്നുണ്ട്. നോക്കുമ്പോ അത് ഹെൽപ്പ് ചോദിക്കാനായിട്ട് പോയ ഗ്യാബിയുടെ കാലാണ്. ഇത് കണ്ടതോടെ കാരി പിന്നെ അവിടെ ഒരു നിമിഷം പോലും നിന്നില്ല, വീണ്ടും കാട്ടിലൂടെ ഓടാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവള് മെയിൻ റോഡ് കണ്ടെത്തി. അത് അത്ര അടുത്തായിരുന്നു. അതുവഴി ഒത്തിരി വാഹനങ്ങള് പാസ് ചെയ്ത് പോകുന്നുണ്ട്. കാരി ആ മെയിൻ റോഡിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴേക്കും അവര് ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് രണ്ടുപേരായിട്ട് വഴക്കിട്ടില്ലേ, അവരുടെ ട്രക്ക് അതുവഴി പാസ് ചെയ്ത് പോകുന്നുണ്ട്. അതോടുകൂടി റോഡ് സൈഡിൽ നിന്നിരുന്ന കാരി അവിടെ നിന്ന് മറഞ്ഞുപോയി. അടുത്ത സീനില് കാരിയും ഫ്രണ്ട്സും വന്ന അതേ ഷോർട്ട് കട്ട് വഴി ഒരു കാറ് നിറയെ ഫ്രണ്ട്സ് പോകുന്നുണ്ട്. അവർ ആ റോഡ് സൈഡില് ഒറ്റപ്പെട്ട് കിടക്കുന്ന കാറും ആർവിയൊക്കെ കാണുന്നുണ്ട്. ഇനി അവർക്ക് എന്ത് സംഭവിക്കും, അവിടെ എന്ത് നടക്കും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഈ ഒരു പ്രദേശത്ത് എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ എൻറ്റിറ്റി ഉണ്ട്. ചിലപ്പോ അത് സാത്താനായിരിക്കാം, ഏലിയൻ ആയിരിക്കാം, അർബൻ ലെജൻഡ് ആയിരിക്കാം, എന്തും ആവാം. 2-3 സീനില് സാത്താന്റെ സിമ്പിൾ കാണിക്കുന്നുണ്ട്. മാത്രമല്ല ആ ഗ്യാസ് സ്റ്റേഷനിൽ വെച്ച് 2 അപ്പൂപ്പന്മാരെ മനഃപൂർവ്വം അവരുമായിട്ട് വഴക്കുണ്ടാക്കി പിള്ളേരെ വഴിതിരിച്ചു വിട്ടതാണ്. സോ അവിടെ നടക്കുന്ന മരണങ്ങൾക്ക് പിന്നില് അവർക്കും ആ ബാറിൽ വെച്ച് കണ്ട മനുഷ്യർക്കും എന്തൊക്കെയോ ബന്ധമുണ്ട്. അതോ ഈ ബ്ലൂ ലൈറ്റ് എന്ന മ്യൂസിക് ഫെസ്റ്റിവല് ഒരു കൾട്ടിന്റെ ഭാഗമാണോ? ചിലപ്പോ ഇതിന്റെ എല്ലാം ഉത്തരം ഈ ചിത്രത്തിന്റെ നെക്സ്റ്റ് പാർട്ടിൽ കാണാം, അല്ലെ? ഈ ചിത്രം റിയൽ ആയിട്ട് നടന്നിട്ടുള്ള പല സംഭവങ്ങളെ ബേസ് ചെയ്തിട്ട് എടുത്തിട്ടുള്ളതാണെന്നാണ് ഈ ചിത്രത്തിന്റെ സംവിധായകനും എഴുത്തുകാരനൊക്കെ പറയുന്നത്. അങ്ങനെ ആ വിജനമായ കാടിനകത്തുള്ള ആർവി കാണിച്ചുകൊണ്ടാണ് ഡോണ്ട് ടേൺ ഔട്ട് ദ ലൈറ്റ്സ് എന്ന ഈ ഒരു ഹൊറർ മൂവി അവസാനിക്കുന്നത്. അപ്പോ ഇന്നത്തെ എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്